ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് 1987 മോഡൽ സിംഗിൾ ഓണർ അംബാസഡറാണ്. ഇത് റീസെൻ്റ്ലി ഉണ്ണി ഓട്ടോ ഗ്യാരേജ് കാച്ചേരിയിൽ പണി കഴിഞ്ഞിറങ്ങിയ വണ്ടിയാണ്. നമുക്ക് എൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണാം. നമുക്കിനി ഈ വണ്ടിയുടെ എഞ്ചിൻ റൂം ഒന്ന് കാണാം. വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഈ വർക്ക് ചെയ്ത ഉണ്ണേനോട് തന്നെ നമുക്ക് ചോദിക്കാം. നമസ്കാരം എല്ലാവർക്കും. ഇതിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ളത് എൻജിൻ BMC ആണ്. അതുപോലെ ഗിയർ 5+1 ഗിയർ ബോക്സാണ് ഇസുസുവിൻ്റെ. അതുപോലെ ക്ലച്ച് ദോസ്തിൻ്റെ ചെയ്തിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുള്ളത് സ്കോഡയുടെ ഇതാണ്. റേഡിയേറ്റർ സ്കോഡ, AC കണ്ടൻസർ സ്കോഡ, ഫാൻ സ്കോഡയുടെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പവർ ഷെയറിങ് ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് സ്കോഡയുടെ തന്നെ പവർ ഷെയറിങ് ചെയ്തിട്ടുള്ളത്. 90 ആംപിയറിൻ്റെ ഓൾട്ടർനേറ്ററാണ് വെച്ചിട്ടുള്ളത്. AC കംപ്രസർ എർട്ടിഗയുടെയാണ് AC കംപ്രസർ വെച്ചിട്ടുള്ളത്. ഈ AC കംപ്രസറും അതുപോലെ തന്നെ പവർ ഷെയറിങ്ങിനും 6PK ബെൽറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്, സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ ഓയിൽ ഫിൽറ്റർ നമ്മളതിനെ ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡബിൾ ഡൈഫൺ ബൂസ്റ്ററാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡീസൽ ഫിൽറ്റർ പോളിസിൻ്റെയാണ് വെച്ചിട്ടുള്ളത്. ഉണ്ണേട്ടാ, ഈ വണ്ടിയുടെ AC സിസ്റ്റത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? AC എർട്ടിഗയുടെ AC ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ AC ഇടുമ്പോൾ ഐഡ്ലിങ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് സെപ്പറേറ്റ് സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡൈഫ്രം സ്വിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ACക്കും പവർ ഷെയറിങ്ങും പവർ കിട്ടാൻ വേണ്ടിയിട്ട് 6PK ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു വെറൈറ്റി ബെൽറ്റ് സിസ്റ്റം ആണല്ലോ. ഇത് അധികം വണ്ടികളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുതിയ വണ്ടികളിൽ കാണുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ACക്ക് സെപ്പറേറ്റ് ഫാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ മെയിൻ ഫാന് ഓട്ടോമാറ്റിക്കാണ് വർക്ക് ചെയ്യുക. ഉണ്ണേട്ടാ, ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്? ഇൻറ്റീരിയർ ഫോർഡ് ഫിയസ്റ്റയുടെയാണ് ഡാഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഷെയറിങ്ങും വീലും അതിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സീറ്റ് സ്കോഡയുടെ സീറ്റാണ്, ലാറയുടെ സീറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻറ്റീരിയർ നമ്മൾ കോയമ്പത്തൂർ കോയാസിൽ കൊണ്ടിട്ടാണ് അപ്പൾസർ വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഈ ഗിയർ സെലക്ടർ ഉണ്ണിയേട്ടൻ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ സ്മൂത്താണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. വളരെ ഫ്രീ ആണല്ലേ? വളരെ ഫ്രീ ആണ്. അതുപോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം സുസുക്കിയുടെയാണ് ഹാൻഡ് ബ്രേക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഗിയർ നോബും സുസുക്കിയുടെയാണ്. ഗിയർ നോബ് സുസുക്കി തന്നെയാണ്. ഈ വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ORVMs ബലേനോടെയാണ്. ഫുള്ളി ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇതിൻ്റെ ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ഗ്യാസ് ഫിൽഡ് സ്ട്രട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉണ്ണിയേട്ടാ, ഈ വണ്ടിയുടെ ക്ലച്ചിൽ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ടല്ലോ, അതൊന്ന് പറയാമോ? ചെയ്യാറുള്ളത് ഇതിൻ്റെ 3 സോഫ്റ്റ് ആക്കിയിട്ടാണ് ക്ലച്ച് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ,
ഉണ്ണിയേട്ടാ നമുക്ക് ഇനി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയാലോ? ആ ശരി എന്നാ. ശരി. ഇല്ലേ? സെറ്റ് ഓണാക്കിയിട്ടുണ്ട്. പോലാ. ആ ഉണ്ണിയേട്ടാ ഈ വണ്ടിയുടെ ഓണർ ആരാണ്? ഇത് ഇരിങ്ങാലക്കുടുള്ള രാകേഷ് എന്ന ആളുടെ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്.